നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാധാരണ ചലനത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ചലന വൈകല്യങ്ങൾ, വിറയൽ തുടങ്ങിയ ന്യൂറോ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സുജിൻ കോശിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ചലന സംബന്ധമായി പൊതുവേ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? എന്താണ് മൂവ്മെന്റ് ഡിസോർഡർ എന്ന് പറയുന്നത്? അതായത് ചലന സംബന്ധപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത് അഥവാ മൂവ്മെന്റ് ഡിസോർഡർ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മളുടെ ശരീരം ചലിക്കുന്നതിന് നമ്മൾ ബ്രെയിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. ഈ ബേസൽ ഗാംഗ്ലിയയും അതിനോടനുബന്ധിച്ച കണക്ഷൻസിലും വരുന്ന തകരാറുകളാണ് ചലന സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതിന് നമ്മൾ രണ്ടായാണ് തരംതിരിക്കാറുള്ളത്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചലനങ്ങൾ കുറയുന്ന അവസ്ഥ, അതായത് പാർക്കിൻസോണിസം, പാർക്കിൻസൺ ഡിസീസ് മുതലായ അസുഖങ്ങളും, രണ്ടാമതായി ചലനങ്ങൾ കൂടുന്ന അവസ്ഥകളും ഉണ്ട്. അതായത് ഡിസ്റ്റോണിയ, ഹെമിബാലിസ്മസ്, കോറിയ, ടിക്സ് മുതലായ ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെയാണ് ഞാൻ രണ്ടാമത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ശ്രദ്ധ ചലിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും പ്രായഭേദമന്യേ ഞങ്ങളുടെ ഒ പിയിലെല്ലാം വന്ന് കാണിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്, അതായത് കൈ വിറയൽ എന്ന് പറയുന്നത്. ഈ കൈ വിറയൽ എന്ന് പറയുന്നത് എല്ലാം പാർക്കിൻസൺ ഡിസീസ് ആകണമെന്നില്ല. അതായത് വളരെ പ്രശ്നമില്ലാത്തതായ ഫെമിലിയൽ ട്രമേഴ്സ് എന്നും, അതായത് ടാസ്ക് സ്പെസിഫിക് ട്രമേഴ്സ് എന്നും, അങ്ങനെ പലതരത്തിലാണ് ഈ ട്രമേഴ്സിനെ നമ്മൾ തരംതിരിക്കുന്നത്. ഈ ചില ട്രമേഴ്സ് ഒക്കെ പറഞ്ഞാൽ അത് നമ്മളെ മാനസികാവസ്ഥ, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ടെൻഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദിയിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴോ ഉണ്ടാകുന്ന കൈ വിറയൽ എന്ന് പറയുന്നത് അത് പാർക്കിൻസൺ ഡിസീസിന്റെ ട്രമേഴ്സ് ആകണമെന്നില്ല. അതിലുപരി എസെൻഷ്യൽ ട്രമർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ട്രമേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിന് അനുബന്ധിച്ചായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ വളരെ പൂർവാധികം നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തന്നെ മാറുന്നതായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഈ ചില ട്രമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ഹിസ്റ്ററി, അതായത് നമ്മൾ പേരൻസിൽ ആരെങ്കിലും ഒരാൾക്ക് ട്രമേഴ്സ് ഉണ്ട്, ഫാദറിനോ മദറിനോ ട്രമേഴ്സ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് ഒരു 50% ആൾക്കാർക്ക് അത് കിട്ടാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ടാവാം ഇവർക്ക് ഇങ്ങനെ ട്രമേഴ്സ് ഉണ്ടാകുന്നത്. മറ്റ് ചില ചെറുപ്പക്കാരിൽ കാണുന്ന പോലെ കുട്ടികളിലൊക്കെ എഴുതുമ്പോൾ എനിക്ക് കൈ കഴിക്കുന്നു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മാറുന്നു എന്നുള്ള അതും ഒരു തരത്തിൽ ഉള്ള മൂവ്മെന്റ് ഡിസോർഡർ ആണ്. കാരണം നമ്മളുടെ അധികമായി എഴുതുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വരുന്ന റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിൽ നമ്മൾ വളരെ നേരം എഴുതി കഴിയുമ്പോൾ കൈയുടെ ബലം കുറയുന്ന പോലും, കൈയുടെ മസിലുകളെല്ലാം ചുരുങ്ങി പോകുന്നതായിട്ടും നമുക്ക് ആ എഴുതുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് റൈറ്റേഴ്സ് ക്രാമ്പ്. ഇതിന്റെ എല്ലാം ചികിത്സാ രീതികളെ പറ്റി ഞാൻ പിന്നീട് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിനെല്ലാം അതിനോടനുബന്ധിച്ചായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. അടുത്തതായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ഡിസോർഡർ ആണ്. ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചലനം സൃഷ്ടിക്കണമെങ്കിൽ, അതായത് നമ്മളൊരു കൈകൊണ്ടൊരു ഗ്ലാസ് എടുക്കണമെങ്കിൽ അത് ചില മസിൽസ് നമ്മളുടെ ചുരുങ്ങുകയും മറ്റ് ചില മസിൽസ് റിലാക്സ് ചെയ്താലും മാത്രമാണ് നമ്മൾ സ്മൂത്തായിട്ട് ഒരു കാര്യത്തിലോട്ട് അത് പിടിക്കുകയും അത് എടുക്കുകയും നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനും പറ്റുന്നത്. പക്ഷെ ഇതിന് ഈ രണ്ട് മസിൽസ് തമ്മിലുള്ള എന്താ പറയുക ഒരു ഇൻകോർഡിനേഷൻ കൊണ്ടാണ് ഈ ഡിസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ഡിസോർഡർ വരുന്നത്. ഇത് ഡിസ്റ്റോണിയ ശരീരത്തിന്റെ പല ഭാഗത്ത് ഇത് കണ്ടുവരും. അതായത് ഇത് കഴുത്തിനെ ബാധിക്കുന്നതാണെങ്കിൽ ഇത് സെർവിക്കൽ ഡിസ്റ്റോണിയ എന്ന് പറയും. അതായത് ഈ കഴുത്ത് തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ഒരു വശത്തേക്ക് മാത്രം കഴുത്ത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയും ആ വശത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ് സെർവിക്കൽ ഡിസ്റ്റോണിയ എന്ന് പറയുന്നത്. പിന്നെ മറ്റു ചിലതാണെങ്കിൽ ഓറോ ലിങ്കൽ ഡിസ്റ്റോണിയ എന്ന് പറയും. അതായത് നാക്കുകൾക്ക് വരുന്ന മസിൽസിന് വരുന്ന ഡിസ്റ്റോണിയ. അങ്ങനെയുള്ളവർക്ക് സംസാരം കുഴയുകയും സംസാരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ചിലർക്ക് ഈ കണ്ണിന് ചുറ്റും വരുന്ന ഒരു തരം ചുരുക്കം ബ്ലിഫ്രോസ്പാസം എന്ന് പറയും. കണ്ണിന് ചുറ്റും മസിൽസ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത് കാരണം അവർക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാതെ വരികയും, അതായത് പെട്ടെന്ന് കണ്ണ് തുറക്കാൻ പറ്റാതാകുകയും, വെയിലത്തോട്ട് പോകുമ്പോൾ കണ്ണിങ്ങനെ പലതവണ ചിമ്മുന്ന പോലെ ആകുകയും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം
അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതിന് ബ്ലിഫറോസ്പാസം എന്നും ചിലർക്ക് മുഖത്ത് മാത്രം വരുന്ന വെട്ടലുകൾ, അതായത് ഇങ്ങനെ ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയും. അതായത് ഒരു വശത്തിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെറിയ കോടിക്കോടി പോകുന്നതും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറുന്നതും കാണാം. ഇത് ഒരു ദിവസത്തിൽ തന്നെ പലതവണ വരുന്നത് കാരണം ഇവർക്ക് ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ് ഇത്. നമുക്ക് പുറത്തോട്ടെങ്കിലും പോകാൻ പറ്റാതാകുകയും നമ്മളൊരു ഫംഗ്ഷന് പോകാൻ പറ്റാതാകുകയും അല്ലെങ്കിൽ വേദിയിൽ എന്തെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഇതുണ്ടാകുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ വളരെ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. മറ്റു ചിലതെല്ലാം കൊറിയ എന്ന് പറയും, ബാലിസ്മസ് എന്ന് പറയും. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം മെറ്റബോളിക് പ്രോബ്ലംസ്, അതായത് നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയ, ഷുഗർ കൂടിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ കിഡ്നി അസുഖങ്ങൾ ഉള്ളവർക്ക് വരാം, ലിവർ ഡിസീസ് ഉള്ളവർക്ക് വരാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ പലതരത്തിലുള്ള കൈകളുടെ ചലനത്തിന് മൂവ്മെന്റ് ഡിസോർഡേഴ്സും അത് വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിനും അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്തും ട്രീറ്റ്മെന്റ് എടുക്കുന്നതും വളരെ ഉചിതമാണ്. ശരി, വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ വിറയൽ രോഗങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നടപ്പിൻ്റെ വേഗത കുറയുന്നത്, കൂടുക, കുറയുക, അത്തരം രോഗങ്ങൾ അതെന്താണ്? ഈ സാധാരണ നമ്മൾ ഈ വിറയൽ അസുഖത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ നടക്കുന്ന ചലനത്തിനുള്ള വേഗത കുറവെല്ലാം പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഉൾപ്പെടുത്തുന്ന അസുഖമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അത് പാർക്കിൻസൺ ഡിസീസിനെ പറ്റി എല്ലാവർക്കും പൊതുവെ ഒരു നല്ല ധാരണയുണ്ട്. പക്ഷേ മറ്റ് ചില വിറയലുകൾ നമ്മൾ പാർക്കിൻസൺ ഡിസീസായി തെറ്റിദ്ധരിക്കുകയും അതിന് വേണ്ടതായ ട്രീറ്റ്മെന്റ് എടുക്കാതെയും നമ്മൾ ആവശ്യമില്ലാത്ത മെഡിസിൻസ് ഒത്തിരി അതിനു വേണ്ടി കഴിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ വിറയൽ എന്ന് പറയുന്നത് പാർക്കിൻസൺ ഡിസീസിനെ പറ്റിയുള്ള വിറയലല്ല. പാർക്കിൻസൺ ഡിസീസിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് അവർക്ക് വിറയൽ മാത്രമല്ല, അവർക്ക് മറ്റ് മസിൽസിനുള്ള ചലനത്തിനുള്ള വ്യത്യാസവും പിന്നെ ഒരു സൈഡിൽ മാത്രം വരികയും അങ്ങനെയുള്ള ഇതും സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ ട്രെമറുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പല പോയിന്റ്സ് ഉണ്ട്. അതായത് ചിലർക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന തിക്കലുകൾ, അതായത് സംസാരത്തിന് വരെ വിറയൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് താടി മാത്രം ഇങ്ങനെ അനങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം പാർക്കിൻസൺ ഡിസീസ് കൊണ്ടുള്ള ട്രെമേഴ്സ് ആകണമെന്നില്ല. അതിന് എസെൻഷ്യൽ ട്രെമർ എന്ന ക്രൈറ്റീരിയയിൽ പെടുത്താവുന്ന ട്രെമേഴ്സ് ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർ, വ്യക്തമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് പാർക്കിൻസൺസിന്റെ രോഗത്തിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാ വിറയലും പാർക്കിൻസൺസ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെ തരം വിറയലുകളാണ് പാർക്കിൻസൺസ് വിറയലുകളാണ് എന്ന് പറയുന്നത്? അത് ഏതൊക്കെ തരം വിറയലുകളാണ്? അത് നമ്മളൊരു ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് ശേഷമേ അതിന് മെഡിസിൻസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് പല ക്രൈറ്റീരിയ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാർക്കിൻസൺസ് ഡിസീസ് ന്യൂറോളജിസ്റ്റ് അസസ് ചെയ്ത് അതിനോടനുബന്ധിച്ച് പാർക്കിൻസൺ ഡിസീസ് ആണെന്ന് തോന്നുകയും വളരെ വർഷങ്ങളായിട്ട് അത് പുരോഗമിച്ച് അത് കൂടി വരുന്ന അവസ്ഥയാണെങ്കിൽ മാത്രമേ അതിനെ പാർക്കിൻസൺ ഡിസീസ് ട്രെമർ എന്ന് പറയാൻ പറ്റുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ലതയാണ്. ലത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ, പറഞ്ഞോളൂ. എന്റെ കൈയുടെ പിന്നെ പപ്പിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി കിടന്നു കഴിയുമ്പോഴത്തേക്ക് പുകച്ചിലും ഭയങ്കര ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഒരു 2 മാസമായി കണ്ടിന്യൂസ് ചെയ്ത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ഒരു കരണ്ട് വഴിയുള്ള ഒരു ടെസ്റ്റ് നടത്തി. കൈക്ക് ഇങ്ങനെ കരണ്ട് ഇങ്ങനെ അടിച്ച് ഇത് കൊടുക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ എന്നിട്ട് ഒരു പറഞ്ഞു എന്റെ കൈപ്പത്തിയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഈ ട്രെമേഴ്സുമായിട്ട് ബന്ധം അധികം കാണില്ല. അതായത് കൈപ്പത്തിയിലേക്ക് വരുന്ന ഒരു ഞരമ്പുണ്ട്, മീഡിയൽ നെർവ് എന്ന് പറഞ്ഞ ഞരമ്പുണ്ട്. ആ ഞരമ്പ് സാധാരണ ബ്ലോക്ക് ആകുന്ന ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ മരവിക്കുന്ന ഒരവസ്ഥയിൽ വരുന്നത്. അതിന് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇത് വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് വരാം, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് വരാം. ഇങ്ങനെ ഇത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം. അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുടെ അനുബന്ധിച്ച് ഇതിൽ നമ്മൾ റിസ്റ്റ് ഒത്തിരി ഇങ്ങനെ മടക്കുകയും നുറുക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ആ ഞരമ്പ് ഒരു ടണൽ വഴിയാണ് അകത്തേക്ക് പോകുന്നത്, വിരലിന്റെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കംപ്രഷൻ വരുന്നതുകൊണ്ടാണ്
കാർപ്പൽ ടണൽ സിൻഡ്രോം ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം അതിന് മരുന്നുകൾ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. സപ്പോസ് ആ ഞരമ്പ് ഒത്തിരി അങ്ങ് ഡാമേജ് ആയി അതിന്റെ പ്രവർത്തനശേഷിയും മസിലൊക്കെ ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണെങ്കിൽ ഒരു ചെറിയ മൈനർ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. അത് എന്തെങ്കിലും ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ ഇപ്പൊ മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. B12 ഗുളിക കഴിച്ചു, രണ്ടാഴ്ച കഴിച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ടും ശരി. വേറൊരു ഗുളികയും കൂടെ തന്നു. അത് കഴിച്ചിട്ട് ഭയങ്കര ഉറക്കമാണ്. അപ്പൊ അതെനിക്ക് ആദ്യമേ 200-ന്റെ തന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറവില്ലെന്ന് എന്ന് പറഞ്ഞപ്പോ 400 ആക്കി. പക്ഷെ അത് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ക്ഷീണം, ഭയങ്കര എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അപ്പം ആ, B12 ഞാൻ ഗുളിക ഇപ്പൊ നിർത്തി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എന്നാ പറഞ്ഞ MRI എടുത്തുണ്ട്. പെടലിയുടെ ഒരു ഞരമ്പിന് ഇങ്ങനെ വേദനയുണ്ട്. നമുക്ക് തലയ്ക്കകത്തും ഒക്കെ നമുക്കിങ്ങനെ വേദന വരുന്നുണ്ട് ഇപ്പം. നെയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ നെയർ കണ്ടക്ഷൻ ടെസ്റ്റ് ഇതിന് നടത്തിയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആ അതിന്റെ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആ കഴുത്തിന്റെ കണ്ണികൾക്കുള്ള ചുരുക്കം, അതായത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് കാരണം കൈക്ക് പത്തിക്ക് ഇങ്ങനെ മരവിപ്പൊക്കെ വരാം. അത് ഉം. ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ടെസ്റ്റുകളിലൊക്കെ എനിക്ക് കണ്ടാലേ അതിനെ പറ്റി കൂടുതൽ എന്താ മാറാത്തത്, അതിനെപ്പറ്റി എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പറയാൻ പറ്റും. അത് മരുന്ന് കഴിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ടായിരിക്കും ഡോസ് കൂട്ടിയത്. ചിലർക്ക് മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു ചെറിയ മയക്കം പോലെയൊക്കെ വരാം. അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ ചെറിയ ഡോസിൽ മരുന്ന് കഴിച്ചാൽ മതിയായിരിക്കും. ഡോക്ടർ പ്രേക്ഷകയ്ക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ, നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു രോഗാവസ്ഥ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പാരമ്പര്യമായി വരാനുള്ള സാധ്യതകളുണ്ടോ? പാർക്കിൻസൺ ഡിസീസ് ഇപ്പോൾ ഒത്തിരി ജനറ്റിക് ബേസിസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ജനറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ അല്ലാതെ ജനറ്റിക്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ പാർക്കിൻസൺ ഡിസീസ് വരാം. കാരണം നമ്മൾ അതിന്റെ ബേസിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബേസിൽ ഗാംഗ്ലി എന്ന പ്രധാനപ്പെട്ട ഒരു ബ്രെയിനിന്റെ ഒരു സ്ട്രക്ചറിൽ ഡോപ്പമിന്റെ അഭാവം കാരണം ഇത് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്നത്. അത് ബ്രെയിനിന്റെ ചുരുക്കം കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ജനറ്റിക് ആണോന്നില്ല. അല്ലെങ്കിൽ ചിലർക്ക് സ്ട്രോക്ക് മുഖേന, അതായത് സ്ട്രോക്ക് വന്നതിന് ശേഷം പാർക്കിൻസൺ ഡിസീസ് വരാം. ഇപ്പം അല്ലെങ്കിൽ ബ്രെയിൻ്റെ അകത്ത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഡിസീസസ്, അതായത് NPH എന്ന് പറയും, അവർക്കാണെങ്കിലും പാർക്കിൻസൺ നേരിട്ട് കാണുമ്പോൾ പാർക്കിൻസൺ പോലെയാണ്. പക്ഷെ അവർക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. അതൊക്കെ അവർക്ക് CSF ട്രെയിൻ ചെയ്യുകയും പാർക്കിൻസന്റെ മെഡിസിൻസ് കൊടുക്കുകയും, അവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ അല്ലാതെ അത് കൂടാതിരിക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുകയും, അങ്ങനെ പലതരത്തിലുള്ള ഡിസീസാണ് ആക്ച്വലി പാർക്കിൻസൺ ഡിസീസ്. അപ്പോൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ MRI പോലെയുള്ള ടെസ്റ്റുകളെല്ലാം വെച്ചിട്ട് അതിനെ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് തുടരാൻ പറ്റും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ പ്രവൃത്തി, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള ഒരു വേഗത കുറവ്, നടത്തത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആടി നടക്കുക, അതുപോലെ തന്നെ കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന വിരലുകൾ, പൊതുവെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന വിരലുകൾ, ടെൻഷൻ വരുമ്പോഴുണ്ടാകുന്ന വിരൽ, തലവേറയൽ, പിന്നെ അതുപോലെ തന്നെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന വിരൽ, മറവി, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്? നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് ക്രമേണ കൂടി വരുന്നുണ്ടോളാന്ന്. അപ്പം ഇത് സാധാരണ ഒരു 1 or 2 yearsലാണ് അത് പൂർണ്ണമായിട്ടും പാർക്കിൻസൺ ഡിസീസായി മാറുന്നത്. ഫസ്റ്റ് ഒരു വിരയിൽ മാത്രമേ ഉള്ളെങ്കിലും അത് എന്താ പറയുക, ഒരു 6 months അത് ഒരു കൈയിലേക്ക് ബാധിക്കുകയും ഇല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ബാധിക്കുകയും, നമുക്കത് ക്രമേണ കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് വരുന്നതെങ്കിൽ അത് പാർക്കിൻസൺ ഡിസീസ് ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് മുമ്പേ തന്നെ അതിന്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഓർമ്മക്കുറവ് കൊണ്ട് വരുന്ന പാർക്കിൻസൺ ഡിസീസ് രണ്ടും കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഉടനെ തന്നെ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. കാരണം ചിലർക്ക് സ്ട്രോക്ക് അങ്ങനെയുള്ള തലച്ചോറിലെ രക്തയോട്ടക്കുറവ് കൊണ്ട് മാത്രം തന്നെ പാർക്കിൻസൺ ഡിസീസ് വരാം. അപ്പം പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അത് പെട്ടെന്ന് കൈകാല് വിറയ്ക്കുകയും പെട്ടെന്ന് ഓർമ്മക്കുറവ് വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. കാരണം അത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിന് ഒതുക്കുന്ന ട്രീറ്റ്മെന്റ് അപ്പം തന്നെ തുടങ്ങുകയും ചെയ്താലേ നമ്മളൊരു റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയും. അപ്പം പാർക്കിൻസൺ ഡിസീസ് ഒന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരത്തില്ല. കാരണം ഇതൊക്കെ ഒത്തിരി നാളും കൊണ്ട് ഇങ്ങനെ കൂടി വരുന്ന അസുഖമായതുകൊണ്ട് പെട്ടെന്ന് ആണ് ഈ സിംറ്റംസ് എല്ലാം തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഉടനെ സ്കാൻ ചെയ്ത് എന്താണ് അതിന്റെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ, നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് കൂടുതലായി ബാധിക്കാനുള്ള സാധ്യത? കുട്ടികളിൽ ഈ ഒരു രോഗാവസ്ഥ, ഈ ഒരു ചലന വൈകല്യം ഉണ്ടാവുന്നതിൻ്റെ സാധ്യതകൾ അത് എത്രത്തോളമാണ്?
ആം, ചലന വൈകല്യങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രായക്കാർക്കും ഉണ്ടാകുന്നതാണ്. കാരണം പാർക്കിൻസൺ ഡിസീസ് യൂഷ്വലി ഒരു എൽഡർലി, അതായത് ഒരു 60 വയസ്സിന് മേലുള്ളവർക്കാണ് സാധാരണ കാണപ്പെടുന്നത്. 60 വയസ്സിന് താഴെയുള്ളവർക്കും വരും, പക്ഷെ അത് വളരെ റെയർ ആയിട്ടുള്ള ജനറ്റിക് പ്രോസസ്സസ് ആണ് ഉള്ളത്. പക്ഷെ കുട്ടികളിൽ വരുന്ന ചില മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ആണ് വളരെ യൂഷ്വലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നത്. അതായത് അവർക്ക് ചില മൂവ്മെന്റ്സ്, അത് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇവിടെ വേണേലും വരാം. അതായത് കൈയുടെ ഷോൾഡറിൽ വേണമെങ്കിൽ വരാം, അതിൽ കഴുത്തിൽ വേണമെങ്കിൽ വരാം. കഴുത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കഴുത്തിൽ എപ്പോഴും ഞൊട്ട വിട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തൊണ്ട ക്ലിയർ ചെയ്യുന്ന പോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനെയാണ് ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടിക്സ് സാധാരണ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് മോട്ടോർ ടിക്സ് എന്നും വോക്കൽ ടിക്സ് എന്നുമാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ക്രൈറ്റീരിയ വോക്കൽ ടിക്സിലാണ്. നമുക്ക് ഇങ്ങനെ തൊണ്ട എപ്പോഴും ഇങ്ങനെ തുപ്പിലിറക്കിക്കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓറലി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ, ഇതൊക്കെ ഒരു തരം മൂവ്മെന്റ് ഡിസോർഡർ ആണ്. യൂഷ്വലി ഇവരിൽ നമ്മൾ കണ്ടുവരുന്നത് എന്തെങ്കിലും അവർക്ക് മെന്റൽ സ്ട്രെസ്സേഴ്സോ അത് സ്ട്രെസ് റിലീവ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഉപാധിയായിട്ടാണ് ഇങ്ങനെ ടിക്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഏത് മൂവ്മെന്റ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല, കോമൺ ആയിട്ട് ചിലപ്പോൾ ഷോൾഡറിൽ കാണാറുണ്ട്, കഴുത്തിലും കാണാറുണ്ട്, കണ്ണുകൊണ്ട് കണ്ണിന്റെ കൺപീലിയിലും ഒക്കെ ഇങ്ങനെ വെട്ടിക്കുന്ന പോലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു മെന്റൽ റിലീഫാണ് കിട്ടുന്നത്. ആ സ്ട്രെസ് വരുമ്പം ഇങ്ങനെയുള്ള ഇതും കൂടുകയും ചെയ്യും. ചിലർക്കാണെങ്കിൽ ഇതൊരു ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻ ആയിട്ട് വേണമെങ്കിലും വരാം. അതായത് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വരാം. എക്സാമ്പിൾ, ചില സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ടല്ല, അത് പാൻഡാസ് എന്ന് പറയും. അതായത് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് കുട്ടി ഇറിറ്റബിൾ ആവുകയും അതിനോടനുബന്ധിച്ച് ഇതുപോലെ ടിക്സും കൂടെ കൂട്ടത്തിൽ വരുവാണെങ്കിൽ, ഒരു ഇൻഫെക്ഷന്റെ ശേഷമാണ് ഇത് വരുന്നെങ്കിൽ അത് പാൻഡാസ് എന്ന ഒരു രോഗാവസ്ഥയിലേക്കാണ് നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റാവുന്നതാണ്. പിന്നെ അല്ലാതെ പക്ഷം ഈ സ്ട്രെസ്സേഴ്സ് കൊണ്ടുവരുന്ന ടിക്സ് ആണെങ്കിൽ അതിനൊരു സൈക്കോളജിസ്റ്റിനെയാണ് യൂഷ്വലി കാണിക്കേണ്ടത്. സൈക്കോളജിസ്റ്റ് അത് കൗൺസിൽ ചെയ്ത് അവന്റെ മനസ്സിലുള്ള എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് അത് മാറ്റുകയും അതിനുള്ള മെഡിസിൻസ് കൊടുക്കുകയും ചെയ്താൽ ഇതൊക്കെ പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്യാവുന്ന ചില അസുഖ രീതികളാണ്. അപ്പോൾ കുട്ടികൾക്ക്, പ്രായമുള്ളവർക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് വരുന്നത്, കുട്ടികളിലും ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് വരാം. പിന്നെ ഉള്ളത് ട്യൂററ്റ് സിൻഡ്രോം എന്ന് പറയും. അതെല്ലാം ന്യൂറോ സൈക്കാട്രിക് മാനിഫെസ്റ്റേഷൻസ്, അതായത് ചില സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അതായത് പഠിക്കാനുള്ള പിന്നോക്കം പോവുക, ഇതുപോലുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള കണ്ടീഷൻസും വളരെ റെയർ ആയിട്ട് നമ്മൾ ഒ.പിയിലെല്ലാം കാണാറുണ്ട്. ശരി. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥയിലേക്കുള്ള ചികിത്സാ മാർഗങ്ങൾ അതെന്തൊക്കെയാണ്? ചികിത്സ പല രീതിയിലുള്ള ചികിത്സകളുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷന് തന്നെ പാർശ്വഫലങ്ങളുണ്ടോ? അതുപോലെ തന്നെ മറ്റ് സർജറി, നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഉപയോഗിച്ചുള്ള സർജറി മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഇത് ഞാൻ കൂടുതൽ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടാബ്ലറ്റ്സ് ആണ്, മരുന്നുകളാണ്. മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യാത്ത ചില കണ്ടീഷൻ, അത് എസ്പെഷ്യലി ഡിസ്റ്റോണിയ എന്ന് പറയും. ഡിസ്റ്റോണിയയിൽ നമ്മൾ ബൊട്ടോക്സ് എന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വളരെ നിങ്ങൾ പരിചിതമായിരിക്കും. ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് യൂഷ്വലി ഫേസിലും നമ്മൾ മുഖത്തിന് ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലും അത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിലാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റോണിയ, സെർവിക്കൽ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞ അസുഖത്തിന് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ്. മെഡിസിൻസ് വളരെ റെസ്പോൺസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ ഓവർ ആക്ട് ചെയ്യുന്ന മസിൽസിൽ ഇഞ്ചക്ഷൻസ് എടുക്കുകയും, ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ വളരെ ചെറിയ ഇൻസുലിൻ സിറിഞ്ചിന്റെ നീഡിലുള്ള സൈസിലുള്ള ഇഞ്ചക്ഷൻസ് ആണ് എടുക്കുന്നത്. ഒരു 50 യൂണിറ്റ് 100 യൂണിറ്റ് അങ്ങനെ ഓരോ മസിൽസിന് എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് അത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. പിന്നീട് അത് ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ ആ ഇഞ്ചക്ഷന്റെ എഫക്റ്റ് നിലനിൽക്കുകയും, പിന്നീട് അത് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത് ഈ ബ്ലിഫറോസ്പാസം, ഹെമിഫേഷ്യൽ സ്പാസം, ഇതിനെല്ലാം ബൊട്ടോക്സ് ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ ഫേസിലും കണ്ണിന്റെ ചുറ്റിലുള്ള മസിൽസിലും ഒക്കെ ചെറുതായിട്ട് നമ്മളത് കൊടുക്കുന്നത്. ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു ചെറിയ, വളരെ വേദന കുറഞ്ഞ ഒരു ചെറിയ ഇൻസുലിന്റെ സിറിഞ്ചിന്റെ നീഡിലിന്റെ സൈസിലുള്ള ഒരു ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ഒ.പി ബേസിസിൽ ചെയ്യാൻ പറ്റുന്നതും, ഇത് കൊണ്ട് അതിന്റെ എഫക്റ്റ് വളരെ പെട്ടെന്ന് നമ്മൾ കാണാവുന്നതാണ്. ഇപ്പം ബൊട്ടോക്സ് ഇഞ്ചക്ഷൻസ് ആണ് സാധാരണ ഇപ്പം ഫലവത്തായിട്ട് ഉള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടിക് ഡിസോർഡർ, അതിനൊക്കെ ടാബ്ലറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെയാണ്, കൗൺസിലിംഗ് ഒക്കെയാണ്.
അപ്പം ഡിപ്പെൻസ് ഓൺ അത് ഏത് ഡിസീസസ് ആണെന്ന് ബേസ്ഡ് ഓൺ നമ്മൾ ഡിസൈഡ് ചെയ്യും അത് ഏതാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മെയിനായിട്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും കാണപ്പെടുന്നതല്ല. സപ്പോസ് ബൊട്ടോക്സ് കൊടുക്കുമ്പോൾ നോർമൽ മസിൽസിലേക്ക് അത് എന്തെങ്കിലും സ്പ്രെഡ് ആയാൽ അവിടെ ചെറിയൊരു വീക്ക്നെസ് പോലെ വരും. പക്ഷെ അത് റിവേഴ്സിബിൾ ആണ്. അത് പിന്നീട് അത് ഒരു 48 hours അത് മാറുകയും ചെയ്യും. അപ്പം വളരെ ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ്. ഡോക്ടർ, ഇതിന് സർജറി ആ ഒരു സംവിധാനം ഉണ്ടോ? കേട്ടില്ല, എന്തോ സർജറി സംവിധാനം ഉണ്ടോ? പറയാം. ചികിത്സ ഭേദമാക്കുന്നതിനായിട്ട് സർജറി സംവിധാനങ്ങളുണ്ടോ? സർജറി ചില മൂവ്മെന്റ് ഡിസോർഡേഴ്സ് നമ്മൾ ഒരു തലച്ചോറിൽ പേസ് മേക്കർ ഘടിപ്പിക്കുക എന്ന് പറയും. അതായത് DBS എന്ന് പറഞ്ഞ ചില സർജറി സംവിധാനങ്ങളും ഇതിനകത്ത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത് വളരെ ചിലവേറിയ ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വേറെ മാർഗങ്ങളില്ലാതെ നമ്മൾ മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് വരികയും കൂടുകയും ചെയ്യുന്നവർക്ക് DBS എന്ന് പറഞ്ഞ ഒരു മെഷീൻ നമ്മൾ ബ്രെയിനിൽ ഘടിപ്പിക്കുകയും അതിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയെ ആക്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇതുപോലുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS എന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ പറ്റി പറയുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ ഭേദമാകാനുള്ള സാഹചര്യം അത് എത്രത്തോളമാണ്? മിക്ക അസുഖങ്ങളും വളരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ഇതുമൂലം ഉണ്ടാകുന്ന എന്താ പറയുക, നമ്മളുടെ ഡിസബിലിറ്റി വൈകല്യങ്ങളാണ് കൂടുതലും നമ്മൾ രോഗികളിൽ കാണുന്നത്. ഇതൊരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ അവർക്ക് നല്ല റിലീഫ് കിട്ടും. അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതിനും പിന്നീട് വന്നൊരു ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ട്രീറ്റബിൾ ആയിട്ടുള്ള കോസസ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ B12 ഡെഫിഷ്യൻസിയാണ്. B12 ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്താൽ അത് ഇതുപോലുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സ് അത് കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്തെങ്കിലും കോപ്പറിന്റെ ലെവൽ എക്സസ്, അതായത് നമ്മൾ വിൽസൺസ് ഡിസീസ് എന്ന് പറയും. അതിപ്പം വളരെ കോമൺ അല്ല, പക്ഷെ അങ്ങനെയുള്ളവർക്കും അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. ട്രീറ്റബിൾ ആയിട്ടുള്ള വളരെയധികം ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസ് ഉണ്ട് മൂവ്മെന്റ് ഡിസോർഡേഴ്സിൽ. വെറുതെ നമ്മൾ ചില ഡയബറ്റിക് പേഷ്യൻസിൽ നമ്മൾ കാണാറുണ്ട് ഡയബറ്റീസ് ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഹൈപ്പർ ഷുഗർ കൂടി നിൽക്കുന്നതുകൊണ്ട് മാത്രം പുതുതായിട്ടൊരു മൂവ്മെന്റ് ഡിസോർഡർ വരും. അവർക്ക് വേണ്ട ചികിത്സ എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കുക എന്നുള്ളൊരു ചികിത്സയാണ്. അപ്പോൾ ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പലതരം അസുഖങ്ങളും അതിലുണ്ട്. അത് നമ്മൾ ഡയാലിസിസ് പോകുന്ന പേഷ്യൻ്റ് ആയാലും ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആയാലും അവരുടെ ആ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും അവരുടെ മൂവ്മെന്റ് ഡിസോർഡർ. അപ്പം അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, വേണുഗോപാൽ. വേണുഗോപാൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ ഒരു അവസ്ഥ ഗുരുതരമാവാനുള്ള സാധ്യത അത് എപ്പോഴാണ് കൂടുതൽ ഗുരുതരമാവുന്നത്? പാർക്കിൻസൺ ഡിസീസ് ഗുരുതരമാകുന്നത് പെട്ടെന്ന് മരുന്ന് വിഡ്രോ ചെയ്യുകയും അല്ലെങ്കിൽ എന്താ പറയുക അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ ലേറ്റ് ആയിട്ട് തുടങ്ങുമ്പോഴേക്കാണ്. പെട്ടെന്ന് അത് എല്ലാ പാർക്കിൻസൺ ഡിസീസും ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ്, അതായത് 4 to 5 to 10 years അത് ഇങ്ങനെ കുറച്ച് പയ്യെ അത് കൂടി വരത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ സമയത്ത് സപ്ലിമെന്റ് ചെയ്യുകയും അത് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്താൽ അത് ഈ ഇത്രയും സിവിയർ ആയിട്ടുള്ള ഫോംസിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഫലവത്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. പിന്നെ ഉള്ള DBS പോലെയുള്ള ട്രീറ്റ്മെന്റ് അതൊക്കെ നമ്മൾ മെഡിസിൻസ് കൊടുത്താൽ ഇമ്പ്രൂവ് ആകാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ന്യൂറോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ന്യൂറോ സർജനുമായിട്ടൊക്കെ ഇത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് വളരെ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ DBS ഓപ്ഷൻസ്. പക്ഷേ അതുപോലെ നമ്മളുടെ ഫീസിബിലിറ്റിയും അതിന്റെ ചെലവേറിയ ചികിത്സാ രീതികളും ആയതുകൊണ്ട് പലർക്കും ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭ്യമല്ല. തീവ്രത കുറയ്ക്കാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, വേണുഗോപാലാണ്. വേണുഗോപാൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കാവോ സർ? വേണുഗോപാൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഒന്നുമല്ല, ഞാൻ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിച്ചിട്ടുള്ള ഒരാളെ, ഏതാണ്ട് ഒരു ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സ് തൊട്ടിട്ട് ഒരു 20 വർഷത്തിലധികം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിച്ചൊരു കക്ഷിയാണ്.
അപ്പൊ അയാൾക്ക് പിന്നെ ഒരു ഓൾഡ് ഏജ് എത്തുന്ന സമയത്ത് ഒരു 60 വയസ്സിന് ശേഷം പാർക്കിൻസൺസ് രോഗം ഈ ഒരു വിഷയത്തിനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എപ്പിലെപ്സിയുടെ എല്ലാ മരുന്നുകളും പാർക്കിൻസൺ വിറയൽ പോലെ അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. എസ്പെഷ്യലി ചില ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ഉണ്ട്, വാൽപ്രേറ്റ്, അങ്ങനെയുള്ള ചില എപ്പിലെപ്സി മെഡിസിൻസ്. അത് നമ്മളങ്ങനെ പാർക്കിൻസൺ ഡിസീസ് അല്ലെങ്കിൽ വിറയൽ പോലത്തെ അസുഖങ്ങൾ കാണുവാണെങ്കിൽ അത് മാറ്റി സ്വിച്ച് ചെയ്ത് ഇല്ലാത്ത പല ഇപ്പം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് അങ്ങനെ ഇല്ലാത്ത ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റിയത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഹലോ ഡോക്ടർ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണ ചലനാവസ്ഥയിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ചലനവൈകല്യങ്ങൾ, വിറയൽ തുടങ്ങിയ ന്യൂറോ പ്രശ്നങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംസാരിച്ചിട്ടുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സുജിത് കോശിയാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.